പെണ്ണ് ചതിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ചതിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ചതിയിലൂടെ രണ്ട് സുഹൃത്തുക്കളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഇടയിൽ ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെയും കുറിച്ചുമല്ല, മലയാള സിനിമയിലെ രണ്ട് താരങ്ങൾ രമേശ് പിഷാരടി, ശ്വേതാ മേനോൻ. അപ്പം ഈ സംഭവങ്ങൾ എന്താ പറ്റിയെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നടന്ന പൊട്ടിത്തെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയും ബഹളവും തല്ലിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ സംസാരങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മുറിപ്പെടുത്തിയ സംഭവത്തിൽ ഒരു സംഭാഷണമായിട്ട് അല്ലെങ്കിൽ അനുരഞ്ജനത്തിന് ശ്രമിച്ച രമേശ് പിഷാരടി സ്വന്തം സുഹൃത്തായ ശ്വേതാ മേനോനോട് വളരെ എന്താ പറയുന്നത്, അത്രയും അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഡീൽ ചെയ്യുക. അപ്പൊ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് തമാശകളൊക്കെ പറയും. അത് ചിലപ്പോൾ ഇച്ചിരി നോട്ടി തമാശയൊക്കെ ആയിരിക്കും. അത് അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കൾ തമ്മിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോള് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ രമേശ് പിഷാരടി സംസാരിച്ച ഓഡിയോ ഒന്ന് ലീക്ക് ആക്കിയിട്ട് ആളെ പഞ്ചാരക്കുട്ടപ്പനാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് റോക്കറ്റ് ആക്കാൻ വിട്ടു. പക്ഷേ ആള് ജെനുവിനാണ്. ആളെ ജെനുവിനിറ്റി വെച്ച് സംസാരിച്ചാണ് സ്വന്തം സുഹൃത്തിനെ. പക്ഷേ ആ സുഹൃത്ത് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് രമേശ് പിഷാരടി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും. കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ജീവിതമല്ലേ കേട്ടോ. പോയിട്ടില്ല മക്കളെ, ഇത് നന്നായി. നേരെ പാലക്കാട് ശരിക്കും അതൊരു ഭയങ്കര വലിയ ചതിയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ, അതായത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആൾക്കാർ വളരെ കുറവാണ് എൻ്റെ വീഡിയോസ് കാണാൻ, എങ്കിലും വീഡിയോസ് കാണുന്നവർ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള നമ്മുടെ കൂട്ടുകാരനല്ലേ കൂട്ടുകാരി, നമ്മൾ അത്ര വിശ്വസിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതായത് അതിനകത്ത് വേറെ വൃത്തിയുടെ കാര്യമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട്, വളരെ അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സംബന്ധിച്ച കാര്യങ്ങൾ, ഈ വക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഓഡിയോ ഫുള്ള് ലീക്ക് ചെയ്ത് ആ സുഹൃത്തിനെ ആരാണോ അനുരഞ്ജനത്തിന് സംസാരിക്കാൻ ശ്രമിച്ച അയാളെ തേജോവധം ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയെ വിളിച്ച്, എടാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അത് സോൾവ് ചെയ്യാം. ഏതെങ്കിലും സംഘടനയുടെ പ്രശ്നങ്ങളായിരിക്കും. അതിന് അപ്പം മറുപടിയായിട്ട് അവിടുത്തെ ഓരോ അംഗങ്ങളുടെയും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അത് എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ വളരെ വിശ്വാസത്തോടെ വിളിച്ച എൻ്റെ ആ സുഹൃത്ത് ഞാൻ സംസാരിച്ച ഓഡിയോ ഫുള്ള് ലീക്ക് ചെയ്യുകയാണെങ്കിലോ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ കട്ടപ്പ പുറയുന്ന വാള് വെച്ച് കുത്തുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്കും ഒരു ചെറിയ വേദന തോന്നി. എന്ത് പണിയാ കട്ടപ്പ കാണിച്ച് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയല്ലേ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തലയുടെ പുറകെ നോക്കി മറ്റേ ഓലയ്ക്ക് അടി കിട്ടുന്ന ഒരു അവസ്ഥയില് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ശ്വേതാ മേനോനും അതുപോലെ തന്നെ രമേശ് പിഷാരടിയും ഒരുമിച്ചുള്ള എത്രയോ TV ഷോകളോ അല്ലെങ്കിൽ എത്രയോ പരിപാടികൾ കണ്ടിട്ടുണ്ട്, വളരെ എന്റർടൈനിങ് ആയിട്ട്. അതായത് ഈ രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ശരിക്കും ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. കാരണം ചിരിക്കാൻ വേണ്ടിയിട്ട് ചളികൾ പറയുക മാത്രമല്ല, ചളി പറയും എന്നാൽ ഗൗരവമുള്ള കാര്യങ്ങൾ പറയും. ചിരിപ്പിക്കാൻ ചളി മാത്രമല്ല, അല്ലാതെ ചിരിപ്പിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് രമേശ് പിഷാരടി. ആ രമേശ് പിഷാരടി എന്താ പറയുന്നത്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അറിവ് കിട്ടുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അദ്ദേഹം MLA ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഉപഹാരങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ച് പുസ്തകങ്ങളുമായിട്ട് വരാനാണ് പറഞ്ഞത്. കാരണം വായിക്കുന്നതനുസരിച്ച് വളരുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അത് വായിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അറിവ് വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് രമേശ് പിഷാരടി. ആ മനുഷ്യൻ ഒരു സംഘടനയിലെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ, ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പയറ്റി നിൽക്കുന്ന തന്റെ സുഹൃത്താണെന്നറിഞ്ഞ് ആ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആ സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന് അത് മനസ്സിൽ മറ്റൊരു രീതിയിൽ ഈ ഓഡിയോ ലീക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത്
അത് ഓരോ മാധ്യമങ്ങൾക്ക് നൽകി തന്റെ സുഹൃത്തിനെ തേജോവധം ചെയ്യുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. മനസാവാച കർമ്മണ രമേശ് പിഷാരടി ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചാണോ? എന്നാൽ ഇതിനെക്കുറിച്ച് മറ്റൊരു താരം ആയ പഴയകാല നടി അല്ലെങ്കിൽ ഹസീന എന്ന ഉഷ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ സംഘടനയിലെ പിഷാരടി അംഗമാണ്, ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹം വിശ്വാസപൂർവ്വം സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. വലിയ ചതിയാണ്, വിശ്വാസവഞ്ചനയാണ്, അതൊരു ക്രൈമാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് വിശ്വാസത്തോടു കൂടി സംസാരിച്ച വോയിസ് അത് ഒരു PR വർക്കിലൂടെയാണ്. അത് അവർ തന്നെ, അത് ഒരു വാട്സപ്പ് കോളാണ്, അത് വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്തു വിടുക എന്ന് പറയുമ്പം അങ്ങനെയുള്ള നമ്മുടെ അംഗമായ ഒരാളാണ്, അമ്മയിലെ നമ്മളിപ്പോൾ അഭിമാനത്തോടുകൂടെ കാണുന്ന ഒരാളാണ്, ഒരു MLA ആണ്. അദ്ദേഹം വിജയകരമായിട്ട് ഇത്രയും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന്. അപ്പം നമുക്ക് അഭിമാനമല്ലേ നമ്മളിലൊരാൾ അങ്ങനെ ജനപ്രതിനിധിയായിട്ട് വരുന്നത്. ആ മനുഷ്യൻ്റെ, ആ പയ്യൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കരിയറും ആ വ്യക്തിത്വം പോലും കളയുന്ന രീതിയിൽ അവർ സൗഹൃദപരമായിട്ട് സംസാരിച്ച ഒരു വോയിസാണ്. അതിൽ അതിൻ്റെ ആ ഒരു പോർഷൻ മാത്രം വിട്ട്, അതായത് PR വർക്ക് വഴി അത് ലോകം മുഴുവനും എത്തിക്കണമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു മനുഷ്യൻ, അതായത് ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അറിവും ആ ഒരു സംഘടനയെക്കുറിച്ചും അവിടുത്തെ ആളുകളെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി ആ ഓരോ ആൾക്കാരുടെ സ്വഭാവം ഒക്കെ എല്ലാം ഗ്രഹിച്ചും മനസ്സിലാക്കി കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു പറ്റാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ മനുഷ്യന് എന്തുമാത്രം വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിൽ പറയുന്നുമുണ്ട്, അദ്ദേഹം തന്റെ എന്താ പറയുന്നത്, തനിക്ക് മാനസികമായിട്ട് അതൊരു വലിയ വിഷമമായിട്ടുണ്ടെന്ന്. കാരണം ആയിരങ്ങളല്ല 10,000-കണക്കിന് ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് ആലോചിക്കണം. ആ ഒരു മനുഷ്യന് വേദന ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി പറയുന്നതാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഒരല്പം തമാശ രൂപേണയാണ് ആ വീഡിയോ ചെയ്തിരുന്നത്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അവരുടെ ഫോൺ സംഭാഷണം ചോർന്നു. പുള്ളിയുടെ ആ ഒരു ശ്വേതാമേനോനെ വിളിച്ചിട്ട് എവിടെയാ, ക്രൗൺ പ്ലാസയിലാണ് ശ്വേതാമേനോൻ വരുമ്പം എന്നാ ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വരുമ്പം ഹസ്ബൻഡ് വരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രമേശ് പിഷാരടി ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്താണ് ഹസ്ബൻഡ് വന്നിട്ടാണോ പരിപാടി എന്നുള്ള ഒരു, അതിന് ദ്വയാർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തമാശയായിട്ട് കണക്കാക്കാവുന്ന കാര്യം. അതായത് സ്വന്തം ഭാര്യയും ഭർത്താവും അല്ലേ, അവിടെ ഒരു തമാശ രൂപേണ അദ്ദേഹം സംസാരിച്ച കാര്യം അതുപോലെ ലീക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനത് വളരെ തമാശ രൂപേണ ഒരു സർക്കാസ്റ്റിക് രീതിയിൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇതൊരു വേദനയാണ്. അദ്ദേഹം അത് തമാശ രൂപേണ പറഞ്ഞ കാര്യം അത് പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിനെ ചെറിയ രീതിയിൽ വേട്ടയാടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വേട്ടയാടപ്പെട്ടു, അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് ലീക്ക് ഔട്ട് ചെയ്തതെന്നുള്ള പേര് അദ്ദേഹം പറയുന്നില്ല. കാരണം ആ സുഹൃത്തിനോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും അതാണ് ഇപ്പോഴും സംഭവിച്ചത്. കാരണം ശ്വേതാമേനോൻ എന്ന പേര് അദ്ദേഹത്തിന് വേണേൽ പറയാം, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹം പരമാവധി ആ പേര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അത്രയേറെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തിന്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ഒരു വഞ്ചന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു വഞ്ചന ലഭിക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന വേദന ശരിയാണ്. നല്ല സുഹൃത്തുക്കളെയും സുഹൃത്ത് ബന്ധം മനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഒരു വേദന അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരവസരത്തിലെങ്കിലും നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കണ്ടിരുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പം എന്നെപ്പോലെ എന്നെ കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ കിട്ടാത്തവർ ഭാഗ്യവാന്മാർ, നല്ല സുഹൃത്തുക്കൾ, ആ സുഹൃത്ത് ബന്ധം നന്നായിട്ട് നടക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാർ. അല്ലാത്ത പക്ഷെ എവിടെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു ഞൊട്ടോ ഒരു പണി കിട്ടിയിട്ടുണ്ടോ. അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്നാ പറയുന്നത്, ഈ ആപത്ത് കാലത്ത് രക്ഷിക്കാനായിട്ട് ശരിക്കും ചിലപ്പം വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് അയലോക്കത്തുള്ള ആളുകളോ ഒന്നും കാണില്ല. ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും, അകലെയുള്ള ഒരു സുഹൃത്തിന്റെ ഒരു ഫോൺ കോൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ആശ്വാസവും കാര്യങ്ങളും കിട്ടും. നമ്മുടെ അടുത്ത് എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അകലത്തു നിന്ന് ഒരു സുഹൃത്തിന്റെ വിളി, എടാ എന്നാ ഉണ്ടറാ വിശേഷം, നിനക്ക് സുഖമാണോടാ എന്നൊക്കെ ചോദിക്കുമ്പം നമുക്ക് ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന
ഒരു റിലീഫുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ മനസ്സ് തുറക്കും. എടാ എന്നായിരിക്കുന്നടാ ഇങ്ങനെയൊക്കെ പോകുന്നു, സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടടാ, പക്ഷേ ഒരു മനസ്സിനൊരു സുഖമൊന്നും ഇല്ലടാ. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കും എന്നാ പറ്റിയടാ, എന്നാ നിന്റെ പ്രശ്നം? അപ്പോൾ നമ്മൾ പറയും എടാ എന്നാ പറയാനാടാ, എടാ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെ ആകെ വല്ലാണ്ടിരിക്കുക, എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഭാഗത്ത് എടാ അതൊന്നും നീ ഓർക്കേണ്ട കാര്യത്തില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാനുള്ള കാര്യമുള്ളൂ, നീ അതൊക്കെ വിട്ട് കളയടാ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണടാ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അവിടുന്ന് ചാടി ഇവിടം വരെ വന്നപ്പോൾ പെട്ടെന്ന് സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു സുഹൃത്തൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കെന്തോ ഒരു റിലീഫാണെന്നറിയോ. അപ്പം ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായ ഒരു സംഭാഷണം, അവർ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയിൽ ഉണ്ടായ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും അവരുടെ ഇടയിലെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒറ്റയടിക്ക് തീരുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത്ര ലക്ഷം ആളുകൾ കേട്ട ഒരു ഓഡിയോയും കാര്യങ്ങളുമാണല്ലോ. അതുകൊണ്ട് രമേശ് പിഷാരടിക്കുണ്ടായ ആ ഒരു മാനസിക വേദന കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തെങ്കിലും മാറി, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആ ഒരു താരത്തിനും സുഹൃത്ത് ബന്ധത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുന്ന ഒരു സമയം വരും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ആ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.